ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് BCOC 133 ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടോപ്പ് 5 ഓർ ടോപ്പ് 4 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ബിസിനസ് ലോ ആണ്. നിങ്ങൾക്ക് ഈ ഡെഫിനിഷന് ഇതാണ് അതാണെന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എക്സാം ഹാളിൽ എത്തുമ്പോൾ കോൺട്രാക്ട് അതെന്താണെന്ന് ചിലപ്പം തോന്നിപ്പോകും. അപ്പൊ നമുക്ക് ഞാൻ ഒരിക്കലും ഡെഫിനിഷൻ പറഞ്ഞിട്ട് ബോറാക്കുന്നില്ല ഈ ക്ലാസ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ, നല്ല രസകരമായ സ്റ്റോറി വഴി നമുക്ക് ഓരോ ടോപ്പിക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ BCOC 133. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യടാ. ഒന്ന് നല്ല റീച്ച് ആക്കിത്താ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കൂല. ഓക്കെ ഫൈൻ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മൾ കോൺട്രാക്ടിനെ പറ്റിയാണല്ലോ ഫസ്റ്റ് പറയുന്നത്. കോൺട്രാക്ട് ആണല്ലോ. അപ്പൊ ഞാനിത് കോൺട്രാക്ട് ഇതാണ് എൻഫോഴ്സിബിൾ ലോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഒരു 16-കാരൻ നിങ്ങളുടെ അടുത്തുനിന്ന് ബൈക്ക് വാങ്ങി. 16-year-old guy bought a bike from you. നിങ്ങൾ 50,000 വാങ്ങി, നിങ്ങൾ ബൈക്ക് കൊടുത്ത്. ഇതൊരു കോൺട്രാക്ട് ആണോ? ആണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ടാണ്? അത് നമുക്ക് ഒരു കോൺട്രാക്ട് ആണെങ്കിൽ ഒരു 10 സ്റ്റെപ്സ് ഉണ്ട്. കോൺട്രാക്ട് ആവണമെങ്കിൽ 10 കാര്യങ്ങളുണ്ട്. അത് നിബന്ധനകൾ മീറ്റ് ചെയ്താൽ മാത്രം അതൊരു കോൺട്രാക്ട് ആവും. അതെന്താണ് പഠിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുക. അപ്പൊ ഞാൻ എന്താ പറയാൻ അറിയോ, കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു 10 ഫ്ലോർ ബിൽഡിംഗ് ആണ്. 10 ഫ്ലോർ ബിൽഡിംഗ് ആണ്. എങ്ങനെയാ അറിയോ? ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലോർ നടുന്ന് എടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഇല്ലാതാവും. മനസ്സിലായാടാ? ഞാൻ പറയുന്ന എക്സാമ്പിൾ മനസ്സിലായോ? ഇത് കോൺട്രാക്ട് എന്ന ഒരു 10 ഫ്ലോർ ബിൽഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും മേലത്തെ ഫ്ലോർ എടുത്തു കഴിഞ്ഞാൽ താഴത്തെ ബിൽഡിംഗ് കൊളാപ്സ് ആവില്ലല്ലോ. അങ്ങനെയൊന്നും ചോദിച്ചേക്കല്ലടാ, പെടിയിപ്പിക്കല്ല. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് 10 ഫ്ലോർ ബിൽഡിംഗ് ആണ്. നടുന്ന് ഏതെങ്കിലും ഒരു കഷ്ണം, ഈ 10 റിക്വയർമെന്റ്സ് മീറ്റ് ആയാൽ മാത്രം കോൺട്രാക്ട് ആവും. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ബിൽഡിംഗ് മൊത്തം അടിഞ്ഞു പോകും. അതാണ് കോൺട്രാക്ടിന്റെ അവസ്ഥ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങിയാലോ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ, കോൺട്രാക്ടിന്റെ ഫസ്റ്റ് ഇതെന്താ നമുക്ക് ഇപ്പൊ ഡെഫിനേഷൻ ഒന്നും പറയണ്ടേ? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് കോൾഡ് എ കോൺട്രാക്ട്. എഗ്രിമെന്റും പിന്നെന്താണ്, ലോ എൻഫോഴ്സ് ചെയ്തതും കൂടിയാണ് കോൺട്രാക്ട് ആവുന്നത്. എഗ്രിമെന്റും എൻഫോഴ്സിബിൾ ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റും ഉണ്ടെങ്കിൽ അത് ലോ പ്രകാരം എൻഫോഴ്സിബിളും ആണെങ്കിൽ അതൊരു കോൺട്രാക്ട് ആണ്. ഇപ്പൊ നമുക്ക് അടുത്ത 10 കാര്യങ്ങളിലേക്ക് പോവാം. 10 എസെൻഷ്യൽ എലമെന്റ്. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അപ്പൊ ഫസ്റ്റ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസും. ഫോർ എക്സാമ്പിൾ, വൺ പാർട്ടി മേക്സ് എൻ ഓഫർ. ഒരു പാർട്ടി നിങ്ങൾക്ക് ഒരു ഓഫർ തന്ന്. ഓഫർ, ഓക്കെ. ദി അതർ പാർട്ടി ആക്സെപ്റ്റ്സ് ഇറ്റ്. അപ്പൊ ഇവിടെ എന്താ, ഓഫർ ആയി ആക്സെപ്റ്റൻസ് ആയി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ ഒരാൾ പറയാണ് ഐ വിൽ സെൽ മൈ ബൈക്ക് ഫോർ 50,000. ഓക്കെ. ബി പറഞ്ഞ് അതെ ഞാൻ എടുക്കാം. അവിടെ ഒരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആയില്ലേ? അവിടെ നിന്നാണ് കോൺട്രാക്ട് ആരംഭിക്കലാം ചെയ്യുന്നത് ഈ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നാണ്. ഓക്കെ, നോ ആക്സെപ്റ്റൻസ് ഈക്വൽ ടു നോ കോൺട്രാക്ട്. പിന്നെ രണ്ടാമത്തത് എന്താ, നമുക്ക് ഇത് തന്നെ പഠിക്കാം. ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് മീനിങ് എന്താ, പാർട്ടി മസ്റ്റ് ഇന്റന്റ് ലീഗൽ കോൺസിക്വൻസ് പാർട്ടീസ് തമ്മിൽ ഇന്റന്റ് ആയിരിക്കണം. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു മദർ പറയാണ് ഐ വിൽ ബൈ യു ആൻ ഐസ്ക്രീം ടുമോറോ. മോനെ, നീ ഇന്ന് നല്ലോണം പഠിച്ച് A+ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നാളെ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരും. ഇപ്പൊ ഐസ്ക്രീം അല്ല, ഇപ്പം പറയും മോനെ നീ BCom ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ റോയൽ എൻഫീൽഡ് വാങ്ങിത്തരും. ഓക്കെ, അത് കോൺട്രാക്ട് ആണോ? ഒരിക്കലും ഒരു കോൺട്രാക്ട് അല്ല. അമ്മ ഒരു ഐസ്ക്രീം വാങ്ങിത്തരും അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിത്തരും പറഞ്ഞ ഒരു കോൺട്രാക്ട് അല്ല. നേരെ മറിച്ച് എക്സാമ്പിൾ 2 എടുക്ക്. ഒരു ഷോപ്പ് കീപ്പർ പറയുകയാണെങ്കിൽ നിങ്ങൾ 25,000 രൂപ തന്നു കഴിഞ്ഞാല് ഞാൻ TV തരാം. ഈ TVക്ക് 25,000 രൂപയാണ്.
ഇപ്പൊ നിങ്ങൾ ഓഫർ ആക്സെപ്റ്റും ചെയ്ത് ഓഫറും അവിടെ ഉണ്ട്, നിങ്ങൾ ആക്സെപ്റ്റും ചെയ്ത്, അതെന്താ കോൺട്രാക്ട് അല്ലേ? യെസ്, അതൊരു കോൺട്രാക്ട് ആണ്. അപ്പൊ ട്രിക്ക് എന്താന്ന് വെച്ചാൽ എന്താ, ഫാമിലി വെറുതെ ഓരോരോ പ്രോമിസ് തന്നാൽ കോൺട്രാക്ട് അല്ല, യൂഷ്വലി ഒരു കോൺട്രാക്ട് അല്ല അത്. നേരെ മറിച്ച് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് നിങ്ങൾക്ക് ഒരു ഓഫർ തന്ന് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്ത്, അതൊരു കോൺട്രാക്ട് ആണ്. ഓക്കെ, അതാണ് കാര്യം. ലീഗൽ ഇന്റൻഷന് വേണം, ലീഗൽ റിലേഷൻഷിപ്പ് വേണം. അപ്പൊ രണ്ടാമത്തത് ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തേലേക്ക് പോവാം. മൂന്നാമത്തത് എന്താടാ? മൂന്നാമത്തെ ഞാൻ നോക്കട്ടെ. ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ എന്താണ്? ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ കൺസിഡറേഷൻ, സംതിങ് മസ്റ്റ് ബി ഗീവൺ ഇൻ റിട്ടേൺ. നോ കൺസിഡറേഷൻ ഇസ് ഇക്വൽ ടു നോ കോൺട്രാക്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങള് ഒരു പാരന്റ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുമ്പോ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടോ പാരന്റ്സിന്? ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ ഒരു കോൺട്രാക്ട് ഇല്ല. മനസ്സിലായില്ലടാ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഒരാള് ലാപ്ടോപ്പ് വിൽക്കുകയാണ്. ബി പേസ് 30,000. അവിടെ ഒരു കൺസിഡറേഷൻ 30,000 കൊടുക്കുന്നുണ്ട് ലാപ്ടോപ്പിന് പകരം. ഓക്കെ, ലാപ്ടോപ്പ് ആണ് എന്റെ കൺസിഡറേഷൻ, 30,000 ആണ് ബിന്റെ കൺസിഡറേഷൻ. ഓക്കെ, ഇത് കൺസിഡറേഷൻ ആയോട് എന്താ, പ്രൈസ് ഉണ്ട്. അത് ഉണ്ടെങ്കിലാണ് ഒരു കോൺട്രാക്ട് ഉണ്ടാവുള്ളൂ. ഒരു കൺസിഡറേഷൻ വേണം. നാലാമത്തത് കോമ്പിറ്റൻസി ഓഫ് പാർട്ടി. കോമ്പിറ്റൻസി ഓഫ് പാർട്ടി, കോമ്പിറ്റൻസി ഓഫ് പാർട്ടി. ദി പാർട്ടി മസ്റ്റ് ബി ലീഗലി കാപ്പബിൾ. ലീഗലി കാപ്പബിൾ ആണ്. ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരാന്ന് പറഞ്ഞില്ലേ? ഒരു 16,000 നിങ്ങൾക്ക് ബൈക്ക് വാങ്ങാൻ റെഡിയായി, അതൊരു കോൺട്രാക്ട് ആണോ എന്ന്. അതുകൊണ്ടാ പറയുന്ന കോമ്പിറ്റൻസി എന്താ, 18ന്റെ മേലെ ആവണം, ലീഗലി ബുദ്ധി ഉറച്ച ഒരാളായിരിക്കണം. 16 വയസ്സിൽ ബുദ്ധി ഉറച്ചിട്ടില്ല എന്നല്ലേ ഞാൻ പറയുന്നത്, ലോ പ്രകാരമുള്ള കാര്യം പറയുന്നത്. 18 വയസ്സിന്റെ മേലെ ആയിരിക്കണം. എന്ത്, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എഴുതി കൊടുക്കുക എക്സാമിന്. എന്ത്, 16 വയസ്സുകാരൻ നമ്മളെ അടുത്തുനിന്ന് ബൈക്ക് വാങ്ങാൻ വരുമ്പോ അതൊരു കോൺട്രാക്ട് അല്ല, ബിക്കോസ് കോമ്പിറ്റൻസി ഓഫ് പാർട്ടി അതിലില്ല. 18 വയസ്സിന്റെ മേലെയാണെങ്കിൽ ആ കോമ്പിറ്റൻസി ഓഫ് പാർട്ടി അവിടെ സ്ഥിരീകരിക്കപ്പെടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ബിൽഡിംഗ് പോലെ കോൺട്രാക്ട്, ഏതെങ്കിലും ഒരു 10 എസെൻഷ്യൽസിൽ ഒരു എസെൻഷ്യൽസ് പോയാൽ ആ ഒരു കോൺട്രാക്ട് അല്ല. എഴുതി കൊടുക്കുക അല്ലേ? അഞ്ചാമത്തത് ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ്, PDF അടിച്ചല്ല. ഫ്രീ കൺസെന്റ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ് മസ്റ്റ് ബി വോളണ്ടറി ആയിരിക്കണം. ഓക്കെ, വോളണ്ടറി എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും ഇവനെന്താ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇവൻ ഇങ്ങനെ തിയറി പറഞ്ഞു പോവാണല്ലോ. ഇല്ലടാ, ഞാൻ പറഞ്ഞുതരാ. ഫോഴ്സ് ചെയ്യരുത്. അടാ ആക്സെപ്റ്റ് ചെയ്യടാ, ഇല്ലെങ്കിൽ ഇന്നെ അടിക്കുമെന്ന് അങ്ങനെ പറയരുത്. നോ ചീറ്റിംഗ്, ചീറ്റ് ചെയ്യപ്പെടരുത്, എന്നാലേ ഒരു കോൺട്രാക്ട് ആവുള്ളൂ. നോ പ്രഷറാക്കുന്നു നിന്നെ ഭീഷണിപ്പെടുത്തുക, അതൊന്നും ഒരു കോൺട്രാക്ട് അല്ല. അപ്പൊ ഫ്രീ കൺസെന്റ്, ഫ്രീ മൈൻഡിൽ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഫ്രീ കൺസെന്റ് ഇസ് ആബ്സെന്റ് വെൻ ദേർ ഈസ്. ഫ്രീ കൺസെന്റ് എപ്പോ ആബ്സെന്റ് ആണ്? ഫ്രോഡ് ഉള്ള ഒരു ആബ്സെന്റ് ആയിരിക്കും, മിസ്റ്റേക്ക് ഉള്ള ഒരു ആബ്സെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഭീഷണിപ്പെടുത്തുക, കത്തി എടുത്തിട്ട് കിരീടത്തിൽ കണ്ട പോലെ മോഹൻലാല് കത്തി എടുത്തിട്ട് വരികയാണ്, ആക്സെപ്റ്റ് ചെയ്യടാ കോൺട്രാക്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കും അല്ലെ? കത്തി കണ്ട ആയിരിക്കും പേടിയാവൂലേ? ഇല്ലെങ്കിൽ നിങ്ങൾ MMA വലിയ ഫൈറ്റർ ഭയങ്കര ധൈര്യശാലി ആയിരിക്കും. പക്ഷെ ഞാൻ അത്ര ധൈര്യശാലിയല്ല, ഞാൻ വേഗം ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ ഒരു കോൺട്രാക്ട് അല്ല, കാരണം ഭീഷണി കാരണം മുഴങ്ങിയതാണ്. ഓക്കെ, കൂളല്ലേ? പിന്നെ ലോഫുൾ ഒബ്ജക്റ്റ്. മീനിങ് എന്താ ലോഫുൾ ഒബ്ജക്റ്റിന്റെ? പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് മസ്റ്റ് ബി ലീഗൽ. ലോഫുൾ എന്ന് പറഞ്ഞാൽ ലീഗൽ ടേംസ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെല്ലിങ് എ ഹൗസ്, ഞാൻ എന്റെ വീട് വിൽക്കുകയാണ്. ഓക്കെ, എക്സാമ്പിൾ 2 ഞാൻ ഡ്രഗ്സ് വിൽക്കുകയാണ്. നിഹാദ് തൊപ്പിനെ പോലെ എടാ ആരെയും ഇതാക്കല്ല, എനിക്കൊന്നും അറിയില്ല, ഞാന് പറയാണ്, ആരെയോ പോലെ ഞാൻ ഡ്രഗ് വിൽക്കുകയാണ്. ഇനി ഫാൻ ഫൈറ്റിന് എനിക്ക് കഴിയില്ല, ഞാൻ ആരെയോ പോലെ ഡ്രഗ് യൂസ് ചെയ്യാണ്, ഡ്രഗ് വിൽക്കുകയാണ്. ഫസ്റ്റ് എക്സാമ്പിളില് സെല്ലിങ് എ ഹൗസ്, സെക്കൻഡ് എക്സാമ്പിളില് സെല്ലിങ് ഇല്ലീഗൽ ഡ്രഗ്സ്. ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ലേ, ഐ ആം സോറി ഫോർ ദാറ്റ്.
എക്സാമ്പിൾ 1 സെല്ലിംഗ് എ ഹൗസ്, എക്സാമ്പിൾ 2 ഇല്ലീഗൽ ഡ്രഗ്സ്, സെല്ലിംഗ് ഇല്ലീഗൽ ഡ്രഗ്സ്. അപ്പൊ സെല്ലിംഗ് എ ഹൗസ് വാലിഡ് കോൺട്രാക്റ്റാ. നേരെ മറിച്ച് സെല്ലിംഗ് എ ഡ്രഗ് എന്താ ഇല്ലീഗൽ സാധനയുടെ ലോഫുൾ ഒബ്ജക്റ്റിൽ വരൂല, അപ്പൊ അത് കോൺട്രാക്ട് അല്ല. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എൻ്റെ ഒരു സ്റ്റുഡന്റിനോട് പറയാണ്, എടാ ഇങ്ങനത്തെ ഒരു ഡ്രഗ് ഉണ്ട്, നമുക്ക് ഒരു ആക്സെപ്റ്റും ചെയ്ത് ഞാൻ ഓഫറും കൊടുത്ത് ഒരു ആക്സെപ്റ്റും ചെയ്ത്, എന്നിട്ട് ഞാൻ ഒരു പൈസ എന്നിട്ട് ഞാൻ പറയാണ് ഡ്രഗ് തരൂലടാ, ഓനിക്ക് കേസ് കൊടുക്കാൻ കഴിയോ? ഇല്ല. എന്താ എന്താ ഡ്രഗ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കേസ് കൊടുക്കാൻ കഴിയോ? കോൺട്രാക്ട് ഉണ്ട് എന്ന് ഇല്ല, ലോഫുൾ ഒബ്ജക്റ്റ് ഇല്ല. പിന്നെ സെർട്ടൈനിറ്റി ഓഫ് ടേംസ്, ടേംസ് മസ്റ്റ് ബി ക്ലിയർ, ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ എന്ന് നിങ്ങൾ എപ്പോഴും ഒന്നും വായിക്കാണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ടിക്ക് കൊടുക്കുന്നില്ലേ, അതാണ് ടേംസ്. ടേംസ് മസ്റ്റ് ബി ക്ലിയർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വിൽ സെൽ 100 bags ഓഫ് റൈസ് എന്ന് പറയാണ്, ക്ലിയർ ആണ്, ഞാൻ 100 ബാഗ് റൈസ് സെൽ ചെയ്യും, 100 ബാഗ് എന്നുള്ള സെൽ ചെയ്യാൻ. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ കുറച്ച് റൈസ് സെൽ ചെയ്യാൻ, എത്ര റൈസ്? ടേംസ് സെർട്ടൈൻ ആണോ? അല്ല. അപ്പൊ അവിടെ എന്താ ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്താ കോൺട്രാക്ട് അല്ല. ഓക്കെ, ഇനി എട്ടാമത്തത് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. Contract must be capable of being performed. Contract must be capable of being performed. Okay. So for example, A promises, I will fly to the moon tomorrow without a spacecraft. Possible ആണോ? ഞാൻ പറയാണ് ഞാൻ ബാറ്റ്മാൻ ആണ്, ഞാൻ നാടിനെ രക്ഷിക്കും, രാത്രി ഞാൻ നാടിനെ കാവല് ചെയ്യും. പോസിബിൾ ആണോ? നോ. അപ്പൊ അത് കോൺട്രാക്ട് അല്ല. ഇമ്പോസിബിൾ പ്രോമിസ് ഒന്നും കോൺട്രാക്ട് അല്ല. നിങ്ങൾ എക്സാമ്പിൾ എഴുതി കൊടുത്തോ, ഒരു കുഴപ്പമില്ല, സാധനം മതി. നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ഇപ്പൊ ഇതിലെന്താ പറയുന്നത്? ലോ ഇറ്റ് സെൽഫ് ഡിക്ലെയർ സം എഗ്രിമെന്റ് ഇൻവാലിഡ്. ലോ എന്ന് പറയുന്നുണ്ട് ചില എന്ത് കോൺട്രാക്ട് ചില എഗ്രിമെന്റ് ഇൻവാലിഡ് ആണെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ത് എഗ്രി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഒരാള് എഗ്രി ആണ്, ഐ വിൽ നെവർ മാരി എന്ന്. ബട്ട് സച്ച് എഗ്രിമെന്റ് ഇസ് വോയിഡ്. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ ഒരാളോട് പറയാൻ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂല, അടുത്ത ദിവസം പോയി ഞാൻ കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നടാ, ഓൻ പറഞ്ഞടാ ഓൻ കല്യാണം കഴിക്കൂല, പക്ഷെ ഓനിപ്പൊ കല്യാണം കഴിച്ചു, അതെന്ത് തോന്നിയാസ, എനിക്ക് കോമ്പൻസേഷൻ വേണോ? കോമ്പൻസേഷൻ കിട്ടും, അടി കിട്ടും കോർട്ടുന്ന്. ഓക്കെ, ഇനി അവിടെ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട്സും വായിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആവും. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു പോകും. നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല ഇരുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം എന്ന് വെച്ചിട്ട് ഡെഫിനിഷൻ ഇല്ലാണ്ടാവരുത്. ലീഗൽ ഫോർമാലിറ്റീസ്. എന്താ? വെൻ ലോ റിക്വയർസ് ഫോർമാലിറ്റി ദേ മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ലോ പ്രകാരം ഫോർമാലിറ്റീസ് വേണമെങ്കിൽ അത് എന്തായാലും കംപ്ലീറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫൺ റിക്വയർസ് രജിസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ പാനിപ്പൂരി എന്നാ പറയാ, പാനിപ്പൂരി, ഐ എം സോറി ഫോർ ദാറ്റ്, പാനിപ്പൂരി ഡൽഹിയിൽ കുറെ ആൾക്കാർ നിങ്ങൾ ഏതെങ്കിലും സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ വിൽക്കുന്നതാണ്. അത് എന്താണ് മൂവബിൾ ആണ്. പക്ഷെ നേരെ മറിച്ച് എന്താ ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടി, ഓക്കെ, ഓഫൺ റിക്വയർ രജിസ്ട്രേഷൻ. ഇപ്പൊ നിങ്ങളൊരു കട വാങ്ങാണ്, കട നിങ്ങൾക്ക് പാനിപ്പൂരി മീൻസ് ആ ഷോപ്പ് നീക്കുന്ന പോലെ നീക്കാൻ കഴിയും? നിങ്ങളൊരു ഷോപ്പ് എടുത്തിട്ട് പാനിപ്പൂരി വെക്കാണ്, അത് ഇമ്മൂവബിൾ അല്ലേ? നിങ്ങൾക്ക് നാളെ പോയിട്ട് ഇന്ന് കോഴിക്കോടാണെങ്കിൽ നാളെ കൊച്ചി പോയിട്ട് അവിടെ വെക്കാൻ കഴിയും? ഇല്ല. അപ്പൊ അതിനെല്ലാം എന്താണ് ഫോർമാലിറ്റീസ് ഉണ്ട്, ഫോർമാലിറ്റീസ് ഉണ്ട്, രജിസ്ട്രേഷന്റെ ആവശ്യമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്താണ് ലീഗൽ പേപ്പർ വർക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇതെല്ലാം പ്രസന്റ് ആണെങ്കിൽ ഈ ബിൽഡിങ്ങില് ഈ 10 സാധനങ്ങൾ പ്രസന്റ് ആണെങ്കിൽ മാത്രമേ കോൺട്രാക്ട് ആവുള്ളൂ. ഇപ്പൊ കോൺട്രാക്ടിന്റെ ഡിവിഷൻ എന്താ? ലീഗല്, എൻഫോഴ്സിബിൾ അല്ലെ? എന്താണ്? Contract becomes legally valid only when all essential elements prescribed under the Indian Contract Act as per 1872 are fulfilled. എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാ. ഇതില് ടൈം കളയുന്നില്ല, ഇതെന്നാ 15 മിനിറ്റ് ആയി.
5 PD4 കൺസിഡറേഷന് മീനിങ് എന്താണ്? കൺസിഡറേഷൻ ചോദിക്കും, മീനിങ് ചോദിക്കും, ലീഗൽ റൂൾ ആൻഡ് എക്സെപ്ഷൻസ് ചോദിക്കും. When one party does something, abstains from doing something, or promises to do something at desire of another party, in simple words, consideration is the price paid for a promise. For example, ഞാൻ എന്താണ്, ഇമേജിൻ ഞാൻ നിങ്ങളോട് പറയാണ്, I promise to give you 1 lakh tomorrow. ഞാൻ പറയാണ്, നിങ്ങൾ ഇന്നും വീഡിയോ കാണുന്ന ആൾക്ക് നാളെ 1 lakh തരുമെന്ന്. അപ്പൊ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. നാളെ ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാണ്, ഞങ്ങൾക്ക് നാളെ പോയി കോർട്ടിൽ പോയി പറയാൻ പറ്റുമോ? ഇത് കേസ് കൊടുക്കും ഞാന്, നിങ്ങൾ ഇത് പറഞ്ഞിട്ട് തരാത്ത എന്താണ്, ബട്ട് നിങ്ങൾക്ക് എന്താ കേസ് കൊടുക്കാൻ കഴിയില്ല. ബട്ട് നിങ്ങൾ ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ തരുന്നില്ല. ഞാനൊരു 1 lakh തരുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ അപ്പൊ ഗീവ് അവേന്റെ കാര്യങ്ങളോ? ഗീവ് അവേ ഇങ്ങനെ ഐഫോൺ തരാ, ലാപ്ടോപ്പ് തരാന്ന് പറഞ്ഞിട്ട് അതൊരു കൊടുത്തിട്ടില്ലെങ്കിൽ ലീഗലി നമുക്ക് മൂവ് ചെയ്യാലോ. അത് ലീഗലി മൂവ് ചെയ്യാം. നിങ്ങൾ അങ്ങോട്ടേക്ക് എന്താ സബ്സ്ക്രൈബ് അല്ല, ലൈക്ക് 3 അക്കൗണ്ട് ഫോളോ ചെയ്യുന്നു, 10 കമന്റ് ഇടുന്നു, ലൈക്ക് ഇടുന്നു, അതൊക്കെ അത് വേറെ എക്സെപ്ഷൻ, അത് വേറെ കേസ്. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് കൺസിഡറേഷൻ? കൺസിഡറേഷന്റെ മീനിങ് പറയാം. പ്രോമിസ് പ്ലസ് സംതിങ് ഇൻ റിട്ടേൺ. ഒരു പ്രോമിസും ഉണ്ട്, അവിടെ സംതിങ് ഇൻ റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഗീവ് അവേയില് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാണ്, ഐഫോൺ 17 Pro Max നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നാളെ നിങ്ങൾക്ക് ഇത് ഐഫോൺ നേടാം. നിങ്ങൾ എന്താ ഇൻ റിട്ടേൺ തരുന്നത്? ഞാൻ നിങ്ങൾക്ക് ഐഫോൺ ആയിരുന്നു, നിങ്ങൾ ഇൻ റിട്ടേൺ എന്താ തരുന്നത്? ലൈക്കും സബ്സ്ക്രൈബും ഷെയറും. ഓക്കെ, ഫൈനലടാ. ഓക്കെ, അത് സെറ്റില്ല. വൈ ഈസ് കൺസിഡറേഷൻ ഇമ്പോർട്ടന്റ്? അത് കാര്യങ്ങൾ നമുക്ക് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ ഉണ്ട്. മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. ദി ആക്ട് മസ്റ്റ് ബി ഡൺ അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി പ്രോമിസർ, നോട്ട് വോളണ്ടിയർലി. എന്താ ഉദ്ദേശിക്കുന്നത്? ദി ആക്ട് മസ്റ്റ് ബി ഡൺ അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി പ്രോമിസർ. ഫോർ എക്സാമ്പിൾ, എ ആസ്ക് ബി പ്ലീസ് റിപ്പയർ മൈ ഹൗസ്. ബി റിപ്പയർ ചെയ്ത്, പിന്നെ ലേറ്റർ എ പ്രോമിസ് പേയ്മെന്റ്. വാലിഡ് കൺസിഡറേഷൻ അല്ല അവിടെ. എക്സാമ്പിൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബി എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും? എന്റെ ഹൗസ് റിപ്പയർ ചെയ്ത് വിത്തൗട്ട് ബീൻ ആസ്ഡ്. ഇപ്പൊ ഞാൻ നാളെ പോയിട്ട് പറയാണ്, എന്റെ വീടൊന്ന് പെയിന്റ് ഇടണോ, ഞാൻ പൈസ തരാം. അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്. വെറുതെ ഒരാൾ വന്നിട്ട് എന്റെ പെയിന്റ് പോയി കിടന്നിട്ട് വന്നിട്ട് പെയിന്റ് ഇടുന്നത്, അത് വാലിഡ് ആണോ? എനിക്ക് അയാൾ വന്ന് പറഞ്ഞ ഇതാ പെയിന്റ് ലൊട്ടീന് പൈസ തന്നോ? നിങ്ങൾ കൊടുക്കോ? ചെള്ള കെട്ടിക്കോലെ? ഓക്കെ, അപ്പൊ അതാണ് റിക്വസ്റ്റഡ് വർക്ക് വാലിഡ് ആണ്, വോളണ്ടിയർലി വർക്ക് യൂഷ്വലി ഇൻവാലിഡ് ആണ്. മനസ്സിലായില്ലേ? നമ്മൾ ചോദിച്ചിട്ട് ചെയ്യുന്ന വർക്ക് വാലിഡ് ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരാൾ വന്ന് നാളെ പെയിന്റ് ഇട്ടോ നാളെ എന്റെ മുറ്റടിച്ച കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കുവോ? ഇത് നമ്മള് മനസ്സാക്ഷി വിചാരിച്ച് കൊടുക്കും, അത് വേറെ കേസ്. അത് നിങ്ങൾ നോക്കല്ലേ. കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. The consideration may move from promisee or any other person. For example, even a third person can provide compensation. For example, A promised to sell car to B. C pays rupees 2 lakh on A B ka car കൊടുക്കുന്നത്. പക്ഷെ C ആണ് ബിന്റെ പകരം പൈസ കൊടുക്കുന്നത്. കോൺട്രാക്ട് വാലിഡ് ആണ്. വാലിഡ് ആണ്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാർ ഡീലർ, ഞാൻ നിനക്ക് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കാർ തരുന്നത്, നിങ്ങളെ പകരം നിങ്ങളെ പാരന്റ്സ് എനിക്ക് പൈസ തരുന്നത്. കോൺട്രാക്ട് വാലിഡ് അല്ലേ? ഓക്കെ, മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. ഇപ്പൊ ഫോർ ഹെൽപ്പ്, ഇപ്പൊ പാസ്റ്റ് ഹെൽപ്പ് ഗീവൺ ബിഫോർ ദി പ്രോമിസ്, പ്രസന്റ് സൈമൾട്ടേനിയസ്, ഫ്യൂച്ചർ പ്രോമിസ്ഡ് ഓർ ലേറ്റർ. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല്, എ ഹെൽപ്സ് ബി ഡ്യൂറിങ് ആൻ എമർജൻസി, ലേറ്റർ ബി പ്രോമിസ് 5,000. പാസ്റ്റ് കൺസിഡറേഷൻ എന്താ? ഓക്കെ, ലീഗൽ ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രസന്റ് ഈ കറന്റില്, ഫ്യൂച്ചറിൽ അടുത്ത കൊല്ലോ നടക്കാൻ പോകാത്ത കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, need not to be adequate. Law requires consideration to be real, not necessarily equally in value. For example, ഞാൻ പറയാണ്, എന്റെ ഫോണ് 20,000 വാല്യൂ ഉണ്ട്, പക്ഷെ ഞാൻ 15,000 വിൽക്കുന്നു. കാരണം എനിക്ക് അതിന്റെ മതിയെന്ന്. പക്ഷെ അത് കോൺട്രാക്ട് അല്ലേ, കറക്റ്റ് വാല്യൂ ആണോന്നൊന്നുമില്ല. മസ്റ്റ് ബി റിയൽ ആൻഡ് വാല്യുബിൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത്, rupees 10,000 if B touches the sky, not valid consideration. റിയൽ ആയിരിക്കണം, അല്ലാണ്ട് തോന്നിയ പോലെ 10,000 റുപ്യ വരും നീ സ്കൈ പോയി ടച്ച് ചെയ്യടാന്ന് അതൊന്നും ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ പോസിബിൾ ആയ കാര്യങ്ങളായിരിക്കണം.
മസ്റ്റ് ബി ലോഫുൾ. ഇല്ലീഗൽ കൺസിഡറേഷൻ എന്താന്ന്? കോൺട്രാക്ട് വോയിഡ് ആക്കുക. നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലേ. മസ്റ്റ് ബി നോട്ട് അഗെയിൻസ്റ്റ് ദി പബ്ലിക് പോളിസി, ഷുഡ് നോട്ട് ഹാം സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ ബ്രൈബിങ് കാര്യങ്ങളൊക്കെ. നാളെ ഈ സൈൻ ഇട്ടെന്നാ ഞങ്ങക്ക് 10,000 കൈക്കൂലി തരാന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ആന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ജയിലിലിടും, ഓരും ജയിലിലിടും. ഓക്കെ. 5 എക്സെപ്ഷൻസ് ടു നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്ട്. നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ. ഓക്കെ, അത് കാര്യങ്ങള്. പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ ദി പാസ്റ്റ്. ഇതിൽ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും വേണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സീ യു അൺടിൽ ദെൻ ബൈ.